നാശത്തിന്റെ ഗന്ധമുള്ളതാണെങ്കിൽ, ശാപത്തിന്റെ ഇരുട്ടിന്റെ മണ്ഡലമാണെങ്കിൽ, ദൈവം നമ്മോട് പറയുന്നു നാം അവിടുന്ന് എഴുന്നേൽക്കണം, നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ഇത് തന്നെയാണ് പൗലോസ് തന്റെ സാക്ഷ്യത്തിൽ പ്രസ്താവിക്കുന്നത്. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നടത്തുന്ന വലിയ പ്രസംഗം, രാജാവ് രാജ്ഞിയൊക്കെ ഒന്ന് ബന്ധം കണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്ന വചനമുണ്ടല്ലോ, അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 26:18. ജാതികളിലേക്കാണ് ഈ സുവിശേഷ ഘോഷണത്തിനുള്ള വിളിയുള്ളത്. അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാധാരണ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ അടുക്കൽ അയക്കുന്നതിന് ദൈവശബ്ദം കേട്ടത്. അപ്പൊ നോക്കണം, ജാതികൾ ഇരുട്ടിലാണ്, ഇരുട്ടിലുള്ള ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ ഒരു ശുശ്രൂഷയാണ് പൗലോസ് പറഞ്ഞ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ജനത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുക. സ്തോത്രമില്ല. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ. നാം വെളിച്ചത്തിന്റെ മക്കളാകപ്പെട്ട് നമ്മുടെ മേലുള്ള ജോലിയും വെളിച്ചമുള്ളതാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിന് ഈ പ്രകാശനം ലഭിച്ചെങ്കിലും ആ വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയില്ല, പിന്മാറ്റത്തിലായിപ്പോയി. ഇനിയും യേശു ഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്നും ഒക്കെ പറഞ്ഞതിന്റെ കാരണം ആ കാലത്തെ മത നേതാക്കന്മാരെ നോക്കിക്കൊണ്ട യേശു പറഞ്ഞത്. കാരണം ഇരുട്ടുകാർ, കുരുടന്മാരെ വഴികാട്ടികളെ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ കഴിയും? ഒരു കുരുടനെ വഴി കാണിക്കുവാൻ കഴിയത്തില്ല. നാം ദൈവത്തെ അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്, ആരാധിക്കുന്നവരാണ്, ദൈവത്തെ സേവിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, നാം അധികാരം ഏറ്റെടുത്തവരാണ്. ദൈവം ആഗ്രഹിച്ചതുപോലെ ജീവിച്ചില്ലെങ്കിൽ കഷ്ടമാണ് എന്ന മുന്നറിയിപ്പാണ് പൗലോസ് എബ്രായർക്ക് കൊടുക്കുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. അതാണ് അടുത്ത ചിന്തകൾ. അടുത്ത ആഴ്ചകളിൽ ഞാൻ വിശദീകരിക്കാം. 1-2 വാക്കുകൾ നമുക്ക് വായിച്ച് ഈ ഭാഗം ഒന്ന് വ്യാഖ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. യേശുവിന്റെ അന്ത്യ പ്രവചനങ്ങളും വചനങ്ങളുമാണല്ലോ മത്തായി 23, 24, 25, 26 എന്നൊക്കെ കാണുന്നത്. 25 ഈ ആഴ്ചകളിലൊക്കെ പലരും വരുന്നതും ഒക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. യേശു ഈ പരീക്ഷന്മാരോട് ഒരു ആർഗ്യുമെന്റിലല്ല, അവരോട് പറയുകയാണ്. ശിശുമാരൊക്കെ പറഞ്ഞത്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നു, അവരുടെ പ്രവൃത്തി പോലെ ചെയ്യരുത്, പ്രമാണം നിങ്ങൾ അനുസരിക്കണം. അവർ കനമുള്ള ചുമടുകളെ, അവർ കനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഉപസിക്കണമെന്ന് പറയും, പക്ഷെ അവർ അകത്ത് എന്ത് ചെയ്യും? തൂക്കുടി. നമ്മൾ മനസ്സിലായല്ലോ. ജനത്തെ കൊണ്ട് എന്ത് ചെയ്യിക്കും? നിങ്ങളായില്ലല്ലോ പരീക്ഷന്മാരും ശാസ്ത്രന്മാരായാലും അവർ ജനത്തോട് പറയുന്നത് ഉപസിക്കണം, പക്ഷെ അവരകത്ത് എന്ത് ചെയ്യും? ബാംഗ്ലൂരിലൊക്കെ ട്രിപ്പിട്ട് അല്ലല്ലേ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുന്ന ഭാഷമായിരിക്കും 23 രാത്രി പോയി ഇവിടെ പറയുന്നു. അവർ കനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ ചുമടിൽ വെക്കുന്നു, ഒരു വിരല് കൊണ്ട് പോലും അവരെ തൊടുവാൻ മനസ്സില്ല. നാം ഇരുട്ടിലാണോ വെളിച്ചത്തിലാണോ കഷ്ടമാണ്. ഞാനത് 25-ാം വാക്യം. അവർ 21-ാം വാക്യം. അവർ തങ്ങളുടെ പ്രവർത്തികൾ മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട രീതിയാക്കി തൊങ്ങൽ എന്ത് ചെയ്യുന്നു? വലുത് മന്ത്രപൊടിയല്ല കണ്ടത്. മന്ത്രപ്പെട്ടതൊക്കെ പറഞ്ഞ അങ്ങനെ അവരുടെ വസ്ത്രത്തിൽ നിന്നൊക്കെ ഹസ്തത്തിലെ തൊങ്ങൽ, കൊടുക്കും തൊങ്ങലും എന്നൊക്കെ പറയുന്ന ആ വിഷയങ്ങള് അവരുടെ ആ വലിയ ചൂണിക്കിന്റെ അടിവശം മടക്കി അടിച്ചിട്ട് അതിനകത്ത് ഹോളുണ്ടാക്കി ഒരു നീലച്ചരട് കെട്ടിയിട്ട് ഇടുന്നതാണ്. വിശുദ്ധിയുടെ അടയാളമായിട്ട് ചെയ്യും. പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ 1 ഇഞ്ച് വീതിയുള്ളവരാണല്ലോ അത്ര വിശുദ്ധിയുള്ളൂ. 10 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാലോ ചിലർക്ക് ശരീരം മുഴുവൻ വിശുദ്ധിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥാനവും പള്ളിയിൽ എന്താ വേണം? മുഖ്യാസനവും. അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ നബി എന്ന് വിളിക്കുന്നത് അവർക്ക് എന്താകുന്നു? പ്രിയമാകുന്നു. അല്ലെങ്കിൽ റവറണ്ടിനേക്ക് ബ്രദറേണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു പ്രശ്നം. അറിയാം, ഞാൻ ഓർമ്മിച്ചൊരു പാസ്റ്റർ എന്ന് ബ്രദറെ ഒന്ന് വിളിച്ചു പോയതേ ഉള്ളു. പുള്ളി ആ പ്രശ്നമുണ്ടായി. അറിയാമോ ഞാൻ ആരാന്നറിയാമോ, ഞാൻ എനിക്ക് റവറണ്ടുണ്ട്, ഞാൻ പാസ്റ്ററാണ്, അതാ ഇതാന്നൊക്കെ. ഞാൻ തന്നെ എന്റെ സഹോദര അല്ലെങ്കിൽ നമുക്ക് സഹോദരന്മാരല്ലേ ഇവിടെ തുടങ്ങിയത്, സഹോദരന്മാരായിട്ടാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം ഏച്ചു കെട്ട്, എത്ര ഏച്ചു കെട്ടിയാലും അത് മുഴച്ചിരിക്കും, അത് നടന്നുപോകും. ഇനി ഇവിടെ പറയുകയാണ് അതിന്റെ 9-ാം വാക്യം, അതിന്റെ 10-ാം വാക്യം. നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത്. 9-ാം വാക്യം. നിങ്ങൾ ഒരുത്തനെ എന്ത് ചെയ്യില്ല, ഭൂമിയിൽ ആരെയും ചെയ്യരുത്, വിളിക്കരുത്. സമുദായക്കാരോടൊക്കെ കോൺട്രോസിയായിട്ട് വർത്തമാനം പറയുമ്പോൾ ആൾക്കാരുടെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ എന്താ ഞങ്ങൾ ബിഷപ്പ് തിരുമേനി എന്നൊക്കെ വിളിക്കാത്തതിന്റെ കാരണം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്. അതുകൊണ്ട് അപ്പനെ പോലും വിളിക്കത്തില്ല. അപ്പാന്ന് അങ്ങനെ ഇവിടെ പറഞ്ഞു വരുന്നത്.
അല്ലയ്യ, നിങ്ങൾ ആരെയും ഭൂമിയിൽ എന്ന് വിളിക്കരുത്, പിതാവെന്ന് വിളിക്കരുത്. ഒടുക്കമത്രേ. കാരണം ദൈവത്തിന്റെ കടപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിനുള്ള സ്ഥാനം വേറെ ആർക്കും കൊടുക്കുവാൻ പാടുള്ളതല്ല. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം വേറെ ആരെങ്കിലും അവർന്നെടുക്കുവാൻ ആരും നിങ്ങളുടെ നായകനില്ല. നിങ്ങളുടെ ഏറ്റവും വലിയവനാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ആരെ മാറണം? അവിടെ തുടങ്ങിയാൽ മതി. പറഞ്ഞില്ല. എനിക്ക് തോന്നുവാണ് ഞാൻ ഗ്രേറ്റസ്റ്റ്. ബൈബിൾ പറയുന്നു, ശുശ്രൂഷകനായി തുടങ്ങണം. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. വായിച്ചു പറഞ്ഞു വരുന്നത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞാൽ നാം ആയിരിക്കേണ്ട സ്റ്റാൻഡേർഡ്സാണ്. അതുകൊണ്ട് വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. വചനം എഴുതി വ്യാഖ്യാനിച്ച്, പ്രമാണം വ്യാഖ്യാനിച്ച്, തുകച്ചുരുൾ എഴുതിയവരെ കുറിച്ചാണ് പറയുന്നത്. തോറായി കാര്യങ്ങളൊക്കെ മനഃപ്പാടമാക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അല്ലല്ല മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? സ്വർഗരാജ്യം അടച്ച്. നിങ്ങൾക്ക് അടക്കുന്നുമില്ല, കടക്കാൻ പോകാൻ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നുമില്ല. നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ വിധവമായ വീടുകളെ വിടുന്നു, ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പം, ഇവിടെ കടുപ്പം എഴുതിയിട്ടുണ്ട്, കടുപ്പമേറിയ ശിക്ഷാവിധി വരുന്നത്. നോക്കണം, നിങ്ങൾ ഒരുത്തരെ മതത്തിൽ ചേർക്കാൻ വേണ്ടി ഈ 23-14 അവിടെ ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമാണവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ഇന്റർനാഷണൽ ആണ് മിനിസ്ട്രി. ഒരുത്തരെ രക്ഷിക്കപ്പെടുത്തപ്പോൾ എന്ത് ചെയ്യും? $50,000 ഒരാളെ രക്ഷിക്കപ്പെടുത്താനുള്ള പിരിവ്, അല്ലെങ്കിൽ 5 ബില്യൺ ആയിക്കൊള്ളട്ടെ. ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നിങ്ങൾക്ക് പിരിവെന്നറിയാവും നടക്കുന്നത്. ഇന്ന് അവസാനം അവനെ എവിടെ കൊണ്ട് ചെയ്യുന്ന പറയുന്നത്? അവനെ നിങ്ങൾ ഇരട്ടിച്ച, കാരണം നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ അവൻ പോകുന്നെങ്കിൽ എവിടെ ചെല്ലുന്നത്? അതാ പറഞ്ഞത്, ഇരട്ടി നരകം. പൊതുവെയുള്ള നരകമല്ല, എന്റെ കൂട്ടത്തിൽ ഈ കൂടെ ഉണ്ടാക്കി ചേർന്ന നരകം. അങ്ങനെ എവിടെ ചെന്നാലും ഇരട്ടി നരകത്തിൽ യോഗ്യനാക്കി മാറ്റുന്നു. നീ എന്റെ വിഷയം അതല്ല പറഞ്ഞത്. എന്റെ 20 ആകിയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. ഒന്നിനെയും ചൊല്ലി സത്യം ചെയ്യുന്നത് വാക്കത്തൊക്കെ കൊടുക്കുന്ന വളരെ സൂക്ഷിച്ച് കൊടുക്കാം. ചെയ്യാവും പോകാവും തീരുമാനത്തിന് വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇനി 23 കൗടഭക്തിക്കാരായുള്ളവരെ ശാസ്ത്രന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അല്ല, പലപ്പോഴും അവർ ചെയ്യുന്നതല്ല ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെയാണ് വളരെ ഇഷ്ടം. അവർ ചതപ്പ ജീരകം അത് ഇതിനൊക്കെ എന്ത് ചെയ്യും? എല്ലാം മിൻസിനും മൈൻസിനൊക്കെ മാറ്റി ദശാംശം വെക്കും. നമ്മളങ്ങനെ നോക്കാറുണ്ട്. മൊത്തത്തിൽ കൊടുക്കാൻ പാടുണ്ട് ഇതിന്. നോക്കണം, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുകയാണല്ലോ. 1 കിലോ ജീരകം മാറ്റി കഴിഞ്ഞാൽ അല്ലല്ല അതിന് 10 ഗ്രാം ദൈവത്തിനുള്ളതാണ്. അങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജീരകം ഇവയെല്ലാം ദശാംശം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ന്യായപ്രമാണത്തില് ദൈവവചനത്തിന്റെ കട്ടിയുള്ള കാര്യങ്ങൾ പൊക്കിയെടുത്ത് നോക്കി ആദ്യം വെച്ച് നോക്കിയപ്പോൾ ആരുമില്ല. 1 ഗ്രാം ജീരകം കൊടുത്തതാണ് ഞാനാണ് ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഇവർക്ക് നല്ലവനാണ് വിശ്വസനാണ് കടവിൽ കിലോ ജീരകം വാങ്ങിച്ചു. 10 ഗ്രാം ജീരകം കർത്താവിന് കൊടുക്കുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. അടുത്ത 20 ഗ്രാം കൊടുക്കുവാൻ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അപ്പുറത്ത് കലമേറിയ കാര്യങ്ങൾ അവിടെ കിടക്കിയ വഴി കിടക്കി വായിച്ചാൽ എന്താണ്? നിങ്ങൾ കലമേറിയവ ത്യജിച്ചു കളയുന്നു, കുരുടന്മാര വഴികാട്ടികളെ നിങ്ങൾ പൊതുവിനെ എന്ത് ചെയ്യുന്നു? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഭാഷയല്ലേ ഇത്? പൊതുവിനെ എന്ത് ചെയ്യും? നമ്മുടെ അരിക്കും നല്ല ട്രെയിനർ പിന്നെ ടീ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതായത് പൊതുവിനെ കിട്ടും. പക്ഷെ എന്തോ വിഴുങ്ങി പോകും. ഒട്ടകം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ടല്ലോ അത് കണ്ടെന്നാ വരുന്നത്. പക്ഷെ ഒട്ടകം വല്ലതും ചാടിപ്പോൾ നമ്മള് അറിഞ്ഞില്ല. കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ എന്ത് ചെയ്യുന്നു? യേശുവിനൊരിക്കൽ പറഞ്ഞറിയാൻ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ആര് പോകുന്ന നല്ലത്? ഒട്ടകം സൂചി കണ്ടില്ലേ? നീറിലൊത്തായി അല്ലല്ലേ? അതിലൊക്കെ നീറ്. അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു നൂല് തന്നെ നമ്മുടെ സൂചിക്ക് പാസ് ചെയ്തതാണ്. ഒരു നൂല് തന്നെ അല്ലെ സൂചിപ്പുഴയിൽ കൂടെ കടത്താൻ എന്ത് പാടാന്നറിയോ? ഒന്ന് ആലോചിച്ചിട്ട് കണ്ടപ്പാടാ. പഴയ കാലത്ത് ഈ കണ്ണാടി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് സൂചി തോന്നി കണ്ടിട്ടില്ല. ഇപ്പൊ അത്ര ഈസിയാണെന്ന് എനിക്കറിയില്ല അല്ലെ? എന്ത്